ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് പോകുന്നത് ഞാൻ പഠിച്ച UP സ്കൂളിലേക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഏച്ചി ഏട്ടനൊക്കെ അവർ ഫാമിലി ആയിട്ട് വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ സ്കൂളിലേക്ക് പോകാമല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ റോഡുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ടാർ റോഡൊന്നുമല്ല, കട്ട് റോഡായിരുന്നു. നല്ല കുഴിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ ഇത് വയലാണ്. അപ്പോൾ വയലിൻ്റെ നടുവിലൂട്ടിയാണ് റോഡ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ റോഡ് എന്ന് പറഞ്ഞത് ഈ വയൽ കണ്ട ആ വയലിൻ്റെ ലെവലിലേനു റോഡ്. അപ്പോൾ അവിടെ നിന്ന് കെട്ടിപ്പൊക്കിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇരിക്കുന്നതാണ്, ഇതിപ്പാക്കിയതാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലെല്ലാം ഇപ്പം വന്നിരിക്കുന്ന സ്ഥലമാട്ടോ ഇത്, ഓൾ ബോയ്സ് പട്ടാനൂർ. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു വരമ്പൊന്നും ഇല്ലേനു, ഈ പാത്തി കണ്ട അതൊന്നും ഇല്ലേനു. അപ്പോൾ ചെറിയൊരു വരമ്പേനും ചളീനൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ മുകളിലൂട്ടിയാണ് നമ്മൾ സ്കൂളിൽ പോയത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ പശുവിന് തിന്നാൻ കൊടുക്കുന്ന പുല്ലാന്ന് കേട്ടാ. ഇത് വെറൈറ്റി, ഇത് വേറെയും 2 കളറുള്ളതാണ്. അപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്നെല്ലാം നമ്മൾ സ്കൂളും വിട്ട് വരുമ്പോൾ ഒരുപാട് തവണ ഇളനീർ പറിച്ചിട്ടുണ്ട് കേട്ടാ. കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇപ്പോൾ സ്കൂളും വിട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ തേൻ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ പഠിക്കുന്ന കാലത്ത് ക്രിക്കറ്റ് കളിച്ച സ്ഥലമാട്ടോ ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വരുന്ന സ്ഥലമായത്. അപ്പോൾ ഇനി നമ്മൾ ഈ കാണുന്നതാണ് കാവിലിടാട്ടാ. അപ്പോൾ മഴക്കാലത്ത് ഈ ഒരു ഡേയിൽ മുഴുവൻ നമ്മളെ മുട്ടോളം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ ചക്കയെല്ലാം ഉണ്ടാവുമല്ലോ, മഴക്കാലത്ത് ചക്കയെല്ലാം ഒലിച്ച് വരുന്നുണ്ടാവും. ഫുള്ള എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതേന് ഈ ഇടേൻ്റെ ഉള്ളൂട്ട് നടന്നു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ റോഡൊക്കെ ഇപ്പം ആക്കിയതാട്ടാ. ഇപ്പം നമ്മൾ വന്ന പോലെ തന്നെ ഇടേനും ഇങ്ങോട്ടും. ഈ ഒരു വീട്ടിൽ നിന്ന് ഒരുപാട് തവണ നമ്മൾ മോരും വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം ആ കാണുന്നത് കാവിലെ വീടാണ്. അപ്പോൾ ഇത് കണ്ടോ, മഴക്കാലത്ത് ഇതുപോലെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവിലൂട്ടിയാണ് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നടന്ന് വരേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത വയലിലെത്തി കേട്ടാ. നല്ല പ്രകൃതി സുന്ദരമായ നാടാട്ടാ നമ്മളെ. അപ്പം ഈ ഒരു ഭാഗത്ത് മുഴുവനും വാഴയാണ്. അന്നും ഇതേപോലെ തന്നെ വാഴയുള്ള സ്ഥലമായത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ നടന്നു പോയിന്. ഇന്ന് ആ വഴിയെല്ലാം, ഈ വഴിയിലൂട്ടിയൊന്നും ആരും പോകുന്നില്ല കേട്ടാ. കാണുന്നില്ലേ, ഇതിലൂട്ടൊന്നും വഴിയില്ല.
അപ്പോൾ ഇതിൻ്റെ നടുക്കൂട്ടി ഒരു പാത്തി പോയിട്ടുണ്ട്. അന്നൊന്നും ഈ ഒരു പാത്തി ഇല്ലായിരുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴിയായി കാണുന്നത്. അപ്പോൾ ഇന്നൊന്നും ഈ ഒരു വഴിയിലൂട്ടൊന്നും ആരും പോകുന്നില്ല കേട്ടോ. നമുക്കിതിൻ്റെ ഏതായാലും ഇതിൻ്റെ പാത്തിൻ്റെ നടുവിലൂട്ട് നടക്കാം. അപ്പം അന്ന് ഞാൻ പോയ വഴിയാണ് ഈ കാണുന്നത്. കണ്ട, ഇവിടെ വരമ്പൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ചളിയിലോട്ട് നടന്നു പോക്കാന്ന്. അപ്പോൾ എല്ലാ സൈഡിലും റോഡായി. കണ്ട, അങ്ങ് കാണുന്നത് റോഡാണ്. അപ്പോൾ റോഡായതിന് ശേഷം ഈ ഒരു വഴിയൊന്നും എല്ലാം മുട്ടി പോകാൻ പറ്റാതെ ഇതാട്ടാ ഈ കാണുന്നത്. നമുക്ക് ഏതായാലും ഇതിലോട്ട് നടന്നു നോക്കാം. ഏതായാലും ഞാൻ വന്ന വഴി ഞാൻ കാണിച്ചു തരണ്ടേ. കണ്ട, ഇത് വഴിയൊന്നുമില്ല, ചെറിയൊരു ഒന്നുമില്ല. കണ്ട, അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കൈതപ്പൂ ഉണ്ടേനും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൈതപ്പൂള്ള വീട് എന്നാണ് അവിടെ പറയാം. അപ്പോൾ കൈതപ്പൂ എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, നല്ല സ്മെല്ലുള്ള ഒരു പൂവാണ്. അപ്പോൾ ആ പൂവ് നമ്മൾ പറിച്ചിട്ട് പുസ്തകത്തിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ, നോട്ട് ബുക്കിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് സ്കൂളിൽ നിന്ന് ഇമ്പോസിഷൻ എഴുതാൻ തന്നു കഴിഞ്ഞാൽ നമ്മളപ്പാട് ഇടിയുള്ള പൂവ് പറിച്ചിട്ട് പെൺകുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ അവരെഴുതി തരും. അപ്പോൾ ഈ കാണുന്നതാണ് ചുഴലി ഭഗവതി ക്ഷേത്രം കേട്ടോ. ഇവിടെ ഒരു കുളമുണ്ട്. എന്താ ഈ കുളത്തുനിന്ന് ഒരുപാട് തവണ കുളിച്ചതാ കേട്ടോ സ്കൂളിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഈ കാണുന്നതാണ് ഏറാരിക്കുന്ന്. അപ്പോൾ ഇതിലൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലെത്തും. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പോയത് ഇതുവഴി കേട്ടോ. ചുണ്ടോൽ കുന്ന് കയറിയിട്ടാണ് നമ്മൾ സ്കൂളിൽ പോയത്. ഈ രണ്ട് വഴിയിലൂട്ടിയും പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി പോവാം. വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു വരമ്പ് കണ്ട. അപ്പോൾ ഇവിടെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു കൊച്ച ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചേനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പുതിയ കുടയില്ലേ, വേണിച്ചപ്പാട് സ്കൂളിൽ പോകുമ്പോൾ വേണിച്ചപ്പാടുള്ള കുട അവിടെ വരമ്പത്ത് വെച്ചിട്ട് ഞാൻ മല്ലനെ അങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ കൊച്ച ഇങ്ങനെ തുള്ളി അങ്ങോട്ട് പോകുമല്ലോ. അങ്ങ് പോയി പകുതിക്കെത്തുമ്പോൾ കൊച്ചങ്ങ് പാറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുടയെടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഈ ഒരു വീടൊക്കെ കണ്ട, അന്ന് ഞാൻ വരുമ്പോൾ ഇത് തന്നെ കേട്ടാ, ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഒരു വായനശാല വന്നിട്ടുണ്ട്. കാണുന്നില്ലേ, ഇവിടെ ഒരു വായനശാല വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു കണ്ട, ചുണ്ടോൽ കുളം. അപ്പോൾ ഇന്നിത് ഒരുപാട് വികസനം വന്ന് ഇതിൻ്റെ മേൽക്കുര കെട്ടി, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ കെട്ടി ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചുണ്ടോൽ കുളം. സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒന്നും ഇല്ലേനു, ഇന്ന് അടിപൊളിയാക്കി. അപ്പോൾ ആ കുളത്തിൻ്റെ സൈഡ് കൂട്ടിയാണ് നമ്മൾ നടന്നു വരുത്ത്. ഇതൊരു അരയാൽ കണ്ടോ, വലിയ അരയാലിൻ്റെ സൈഡ് കൂട്ടാ. ഇപ്പാണ് ഈ ഒരു റോഡ് വന്നത് ഇവിടെ. അപ്പോൾ നടന്നു വന്നിട്ട് ഈ റോഡിന് മുട്ടലാണ്. ഇതൊക്കെ പണ്ടേയുള്ള വീടാട്ടാ ഈ കാണുന്നത്. ഇതൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു വീട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടുള്ള വീട് പൊളിച്ചെടുത്തതാട്ടാ കാണുന്നത്.
അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ചുണ്ടോൽ കയറ്റം, ചുണ്ടോൽ കുന്ന് കയറാൻ പോകുന്നത്. അപ്പോൾ അന്നൊന്നും ഇതുപോലെ താറിട്ട റോഡൊന്നും അല്ലേനും കേട്ടോ, ഒരു ഓഫ് റോഡിനുള്ള സംഭവം ഉണ്ടായിരുന്നു. കാരണം വലിയ ഉരുളം കല്ലും ഒക്കെ ആയിട്ടുള്ള റോഡായിരുന്നു അന്ന്. അപ്പോൾ ഇന്നാണ് ഇതുപോലെ താറിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുണ്ടോൽ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏറാരിക്കുന്ന് അങ്ങെന്ന് പറഞ്ഞേ, ഏറാരിക്കുന്നിൽ അതുവഴിയും വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ കുന്നാണ് ഇവിടെയാണ് എത്തുക കേട്ടോ. കണ്ടോ, ആ റോഡ് ഇവിടെയാണ് വരുന്നത്. ഈ കാണുന്നത് ശോഭേച്ചിൻ്റെ വീടാട്ടാ. അപ്പോൾ നമ്മളങ്ങനെ നടന്നു വരുമ്പോൾ ചുണ്ടോൽ കുന്ന് കയറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, കിണർ പോലത്തെ ഒരു കുണ്ടുണ്ട്, ഉരുവക്കുണ്ട് എന്നാണ് പറയുക. പക്ഷെ അതിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ പോകുന്ന സമയത്തൊക്കെ അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റലുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കീഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് കാണുന്നില്ല, ഇവിടെയാണെന്ന് കാണുന്നില്ല. ആടെ മണ്ണിട്ട് ഫുള്ളായിട്ട് മൂടിയെന്നറിയില്ല. ഇതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗുഹയുണ്ട്. മൊത്തം കാട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തെറ്റോ വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചിലവഴിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഉച്ച സമയത്തൊക്കെ ഇവിടെ വരാറ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പറമ്പിലെല്ലാം ഒരുപാട് ചക്കയെല്ലാം ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഉച്ചക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്നാണ് കൂടുതലായിട്ടും ചക്കയും തേങ്ങയും വെള്ളനിറക്കി തിന്ന സ്ഥലമായി കാണുന്നത്. ഇന്നൊക്കെ ഇവിടെ റബ്ബറൊക്കെ നട്ടിട്ടുള്ളൂ കേട്ടോ. അന്ന് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, അതിപ്പം പൊളിച്ചിട്ട് നേരെ അപ്പുറത്തെ സൈഡാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ സ്കൂളിൽ എത്തിയിരിക്കുക കേട്ടോ. സ്കൂളിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. അന്നൊന്നും ഇതേപോലെ ചുറ്റുമതിൽ കെട്ടിയിട്ടില്ലേನು കണ്ടോ. ഇതൊക്കെ ഇപ്പം വന്ന ബിൽഡിംഗ് ആട്ടോ ഈ കാണുന്നത്. ഇത് കണ്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടുന്നാണ് കടന്ന് തുള്ളിയിട്ട് താഴേക്ക് തുള്ളി ഇങ്ങനെ പോക്ക്. അപ്പോൾ അന്ന് ഞാൻ പഠിച്ച 3ാം ക്ലാസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ സ്കൂളിൽ ഭക്ഷണം ആക്കാത്ത സമയം ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഭക്ഷണം കഴിക്കൽ. അപ്പോൾ അന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചത് ഈ ഒരു റൂമിൽ നിന്ന് കേട്ടോ. ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഉച്ചക്കഞ്ഞിയൊക്കെ വെക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഓഫീസ്. അപ്പോൾ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്ന് സൈഡിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ അന്നും ഓഫീസ് ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ സ്റ്റാഫ് റൂം നേരെ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ കൈ കഴുകുന്ന ഒരു ടാങ്ക് ഇടി ഉണ്ടായിരുന്നു. ഇന്ന് അത് പൊളിച്ച് മാറ്റി ഈ ലെവലിലാക്കിയിട്ടുള്ളത്. കണ്ടോ, ഫുൾ സെറ്റപ്പാണ്. എല്ലാവർക്കും ഒരുപാട് ആൾക്ക് കൈ കഴുകാം. പിന്നെ ഇവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ വെച്ചത്, അതൊരുപാട് മാറ്റം വന്ന്.
അപ്പോൾ കിണറുണ്ട് ഇടാ, കിണറിന് ചുറ്റും ആൽമറയിലൊക്കെ കെട്ടിയിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടാ. അന്നൊക്കെ ഇങ്ങനെയൊന്നും ഇല്ലേനും, ഇന്നലൊക്കെ അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റം വന്നു കേട്ടോ ഈ സ്ഥലമൊക്കെ. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഉച്ചക്കഞ്ഞി ഇവിടുന്നാണ് കഴിച്ചത്. കൂടുതൽ സമയം ഞാൻ ഇവിടുന്നാണ് ഭക്ഷണം കഴിച്ച സ്ഥലം. അപ്പോൾ ഒരുപാട് വർഷം മുന്നേ ഉള്ള കണ്ടോ ബെല്ല് കണ്ടോ, ഇവിടെയാണ് നമ്മൾ മുട്ടുക. അപ്പോൾ ചുമരിൽ മൊത്തം ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് നെല്ലിമരാണ്, അതിൻ്റെ കൊമ്പൊക്കെ കഴിച്ചിട്ടുള്ളത്. ഇന്ന് ഇതിന് ചുറ്റിലും തറയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേജ് പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നിയിട്ട്. ഈ കാണുന്നത് IT ലാബാണ്. അപ്പോൾ അന്നൊന്നും ഇതേപോലെയൊന്നും ഇല്ലേനും കേട്ടോ. ഇതിനിപ്പോൾ മുന്നേ ഇതേപോലെ ഗ്രിൽസൊന്നും ആക്കിയില്ല. ഇപ്പം ഗ്രിൽസൊക്കെ ആക്കി ഇവിടെ ഇൻ്റർലോക്കൊക്കെ വെച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല, അതുപോലെ തന്നെയാണ് ഉള്ളത്. കണ്ടോ, ഈ ഒരു സ്ഥലത്ത് അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമായി കാണുന്ന കേട്ടാ, ഇവിടെയൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കണ്ടോ, ഇവിടെയൊന്നും ഒന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പഠിച്ച സ്ഥലമാട്ടാ. അപ്പോൾ ഇവിടെ 7ാം ക്ലാസ് വരെ ഉള്ളൂ. ഞാൻ 10 കൊല്ലം ഇരുന്നിന്, 3 കൊല്ലം തോറ്റിന് കേട്ടാ. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന അവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു ആഗ്രഹം ഉണ്ടാവും, നമ്മൾ പഠിച്ച സ്കൂളിൽ ഒരു തവണയെങ്കിലും വന്നിട്ട് ഈ ഒരു സ്കൂളിൻ്റെ മുറ്റത്തൂട്ട നടക്കണം എന്നല്ലേ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ച്. അപ്പോൾ നമ്മൾ അടുത്ത സ്കൂളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാൻ സമയം ഉണ്ടാവില്ല ആർക്കും. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ സ്കൂളിന്. അപ്പോൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ ഒരു സ്കൂൾ ബസ്സിലാണ് കുട്ടികളിവിടെ കൊണ്ടാക്കുന്നത്. അന്ന് നമ്മൾ എല്ലാവരും എത്ര ദൂരമായാലും നടന്നിട്ടാണ് ഈ ഒരു സ്കൂളിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, ഒരുപാട് ഓർക്കാനുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ കൂടുതൽ ഓർക്കാനും കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പാടും തന്നെ ബസ്സിൽ കയറി നേരെ ഇവിടെ വരുന്നു. ഇതാണ് നമ്മളെ പഠിപ്പിച്ച പപ്പ സാറെ വീട്. അപ്പോൾ പപ്പ സാറ് പാട്ടൊക്കെ പാടലുണ്ട്. അപ്പോൾ നമ്മളെ വിട്ടു പോയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഇതുവരെ ബൈ ബൈ.